ഇത് പ്രതിഫല ഞാൻ പറഞ്ഞില്ലേ, ദൈവമായിട്ട് ഒരു ആത്മബന്ധത്തിലെ അനുദിനം പുരോഗമിക്കുന്നതിന് നമ്മൾ സഹായിക്കുന്ന ഒരു ടിപ്പാണ് പ്രതിഫലം പ്രതീക്ഷിക്കാതെ. ലൂക്ക 6:35. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. ഈ പ്രതിഫലം വലുതായിരിക്കും എന്ന് പറഞ്ഞല്ലേ, ആ പ്രതിഫലത്തെ കുറിച്ച് മത്തായി ശ്ലീഹ പറയുന്നുണ്ട്. മത്തായി 5 എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അപ്പോൾ തിരിച്ചു കിട്ടുമെന്ന് നേരത്തെ നമ്മൾ കണ്ടത് എന്താണ്? തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യുക, നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. ആ പ്രതിഫലം എവിടെയാണ്? നിത്യതയിലെ പ്രതിഫലത്തെക്കുറിച്ചാണ് പറയണത്. അപ്പോൾ ഇതിനകത്ത് ടിപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ സന്നിധിയിൽ മൂല്യം ഉണ്ടാകാൻ വേണ്ടി, നമ്മളെ പരിഗണന അർഹയാകാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ഒത്തിരിയേറെ ഇൻവെസ്റ്റ് ചെയ്യണം. എന്താണ് തിരിച്ചു കിട്ടുന്നത്? ഇപ്പം ഈശോ മനുഷ്യന്മാരുടെ കൂട്ടത്തിലേതാണ് അത് പറഞ്ഞത്. അപ്പോൾ തിരിച്ചു കിട്ടുമെന്ന് കരുതാതെ വായ്പ കൊടുക്കുക എന്നൊക്കെ പറയണേ. പക്ഷെ നമ്മൾ ടിപ്സ് എന്ന് പറയണത് നമ്മൾ ദൈവത്തോടും ഇതുപോലെ തന്നെ ആയിരിക്കണം. കാര്യം എന്താണ്? നമ്മളിപ്പോൾ ഓരോ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു, ദൈവത്തെ നമ്മൾ അനുഗ്രഹിക്കുന്നു, നന്ദി പറയുന്നു. ദൈവം നമ്മൾ അനുഗ്രഹിച്ചില്ലേ, നമ്മൾ നന്ദി പറയത്തില്ല. അതിന് പകരം നമ്മൾ വേറെ വല്ലതും പറയും. ഒന്നില്ലേ മോന്തം കയറ്റെങ്കിലും നടക്കും, അല്ലെങ്കിൽ പ്രാർത്ഥനയെങ്കിലും കുറക്കും. അപ്പം ഈ ഐറ്റംസ് ആണുള്ളതെന്നൊക്കെ ദൈവത്തിന് അറിയാം, എല്ലാം അറിയാം. അതുകൊണ്ടാണ് ഇനി ഒരു കാലത്ത് നന്ദി പറഞ്ഞാലും ദൈവത്തിനത് പറഞ്ഞാൽ പറയാത്ത ഒരു പോലെ ഇരിക്കണതിൻ്റെ കാരണം, ഇത് കിട്ടാതിരുന്നെങ്കിൽ നീ ദൈവത്തിന് പ്രാർത്ഥനയെങ്കിലും കുറച്ച് തരുന്നേ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ദൈവത്തിരുസന്നിധിയിൽ നിന്ന് അഡ്വാൻസ് നിക്ഷേപം ഉണ്ടാണ് നമുക്ക്. അതാണ് ടിപ്സ് എന്ന് പറയുന്നത്. അഡ്വാൻസ് സൽപ്രവൃത്തികളായാലും ശരി,